നമസ്കാരം. സുഡാൻ എന്ന ആഫ്രിക്കൻ രാജ്യം കഴിഞ്ഞ കുറേ നാളുകളായി കടുത്ത ആഭ്യന്തര യുദ്ധത്തിൻ്റെ പിടിയിലാണ്. ലോകം പലപ്പോഴും മറ്റ് അന്താരാഷ്ട്ര സംഘർഷങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കുമ്പോൾ സുഡാനിൽ അരങ്ങേറുന്നത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മാനുഷിക ദുരന്തങ്ങളിലൊന്നാണ്. നിലവിൽ സുഡാനിലെ വടക്കൻ കോർദോഫാൻ മേഖലയിലെ തന്ത്രപ്രധാന നഗരമായ അൽ ഉബൈദ് ഒരു വലിയ കൂട്ടക്കൊലയുടെയും മാനുഷിക ദുരന്തത്തിൻ്റെ നിഴലിലാണ് ജീവിക്കുന്നത്. മാസങ്ങളായി തുടരുന്ന ഉപരോധ സമാനമായ സാഹചര്യങ്ങളും നഗരത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന പീരങ്കി നാദങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും അവിടുത്തെ ലക്ഷക്കണക്കിന് സാധാരണ ജനങ്ങളിൽ വരും ദിവസങ്ങളെക്കുറിച്ചുള്ള കടുത്ത ഭീതിയാണ് പടർത്തുന്നത്. ദാഫർ മേഖലയിലെ അൽ ഫഷർ നഗരത്തിന് മുൻപ് അരങ്ങേറിയ വംശഹത്യയുടെയും ക്രൂരതകളുടെയും ആവർത്തനമായിരിക്കുമോ അൽ ഉബൈദിലും സംഭവിക്കാൻ പോകുന്നത് എന്ന ആശങ്കയിലാണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളും ഐക്യരാഷ്ട്രസഭയും ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഏതാണ്ട് 5 ലക്ഷത്തോളം വരുന്ന സാധാരണ ജനങ്ങളാണ് ഈ നഗരത്തിൽ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത്. 2023 ഏപ്രിലിൽ ആരംഭിച്ച സുഡാൻ സായുധ സേനയും പാരാമിലിറ്ററി വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും അഥവാ RSFും തമ്മിലുള്ള ക്രൂരമായ യുദ്ധം ഇതിനകം തന്നെ 10,000-കണക്കിന് ആളുകളുടെ ജീവനെടുക്കുകയും 1 കോടിയിലധികം ജനങ്ങളെ സ്വന്തം വീടുകളിൽ നിന്ന് ആട്ടി ഓടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗാസയിൽ നടക്കുന്ന ദുരന്തങ്ങളെക്കാൾ വലിയ തോതിലുള്ള പട്ടിണിയും പലായനവുമാണ് സുഡാനിൽ നിലനിൽക്കുന്നത് എന്ന് ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കുന്നുണ്ട്. എങ്കിലും ലോകമാധ്യമങ്ങളും ആഗോള സമൂഹവും ഈ വിഷയത്തിൽ പുലർത്തുന്ന മൗനം ഭയാനകമാണ്. അൽ ഉബൈദ് നഗരം പൂർണ്ണമായും റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിൻ്റെ ഉപരോധത്തിലാണ്. മധ്യ സുഡാനെയും ദാർഫർ കോർദോഫാൻ മേഖലകളെയും ബന്ധിപ്പിക്കുന്ന പ്രധാന ഗതാഗത ലോജിസ്റ്റിക് ഹബ്ബായതുകൊണ്ട് തന്നെ ഈ നഗരത്തിൻ്റെ നിയന്ത്രണം ഇരു വിഭാഗങ്ങൾക്കും സൈനികമായി ഏറെ നിർണായകമാണ്. ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിൻ്റെ മുൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെന്നത്ത് റോത്ത് ഉൾപ്പെടെയുള്ള പ്രമുഖർ ഈ വിഷയത്തിൽ കടുത്ത മുന്നറിയിപ്പാണ് നൽകുന്നത്. അൽ ഫഷറിൽ RSF നടത്തിയ വംശഹത്യയുടെ മാതൃക അൽ ഉബൈദിലും അവർ ആവർത്തിക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. കേവലം പ്രദേശം പിടിച്ചെടുക്കുക എന്നതിനുമപ്പുറം തങ്ങളുടെ എതിരാളികളായി അവർ കണക്കാക്കുന്ന ബ്ലാക്ക് ആഫ്രിക്കൻ വംശീയ ഗ്രൂപ്പുകളെ കൂട്ടക്കൊല ചെയ്യുക എന്നത് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിൻ്റെ പ്രവർത്തന രീതിയാണ്. യുദ്ധത്തിൻ്റെ ഇരകൾ എന്നതിനപ്പുറം ഈ സാധാരണക്കാരായ ജനങ്ങൾ RSFിൻ്റെ ബോധപൂർവമായ ലക്ഷ്യങ്ങളായി മാറുന്നു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അപകടം. അൽ ഫഷർ നഗരം പിടിച്ചെടുക്കിയ സമയത്ത് RSF വംശീയമായ കൊലപാതകങ്ങളും വ്യാപകമായ ലൈംഗിക അതിക്രമങ്ങളും നിർബന്ധിതമായി ആളുകളെ കാണാതാകലും ഒക്കെ നടത്തിയിരുന്നതായി അന്താരാഷ്ട്ര അന്വേഷണ സംഘങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇതൊരു യാദൃശ്ചികമായ യുദ്ധക്കെടുതിയല്ല, മറിച്ച് RSFിൻ്റെ ഉന്നത നേതൃത്വത്തിൻ്റെ പൂർണ്ണമായ പിന്തുണയോടെ ആസൂത്രണം ചെയ്ത വംശഹത്യയുടെ ലക്ഷണങ്ങളാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അൽ ഫഷറിൻ്റെ പതനത്തിന് ശേഷം പുറത്തു വന്ന സാറ്റലൈറ്റ് ദൃശ്യങ്ങളിൽ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുന്നത് കാണാമായിരുന്നു. ഇതേ സാഹചര്യം അൽ ഉബൈദിലും ഉണ്ടാകാതിരിക്കാൻ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ ഐക്യരാഷ്ട്രസഭയുടെ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിലിനോട് അടിയന്തരമായി ഇടപെടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആംനസ്റ്റി ഇൻ്റർനാഷണൽ, ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് തുടങ്ങിയ പ്രമുഖ സംഘടനകൾ ഒപ്പുവെച്ച അപേക്ഷയിൽ അൽ ഉബൈദിൽ RSF ഒരു വലിയ കരസേന ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണെന്നും വലിയ തോതിലുള്ള ഡ്രോൺ ആക്രമണങ്ങളും ഷെല്ലാക്രമണങ്ങളും നഗരത്തിൽ നടക്കുന്നുണ്ടെന്നും ചൂണ്ടിക്കാണിക്കുന്നു. ഈ മഹാദുരന്തത്തിന് പിന്നിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ചില ശക്തികളുടെ സാമ്പത്തിക രാഷ്ട്രീയ താൽപ്പര്യങ്ങളും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. UAE പോലെയുള്ള രാജ്യങ്ങൾ RSFിന് ആയുധങ്ങളും വാടകയ്ക്കുള്ള സൈനികരെയും നൽകി സഹായിക്കുന്നുണ്ടെന്ന കടുത്ത ആരോപണമാണ് മനുഷ്യാവകാശ പ്രവർത്തകർ ഉന്നയിക്കുന്നത്. തങ്ങളുടെ രാഷ്ട്രീയവും സാമ്പത്തികവുമായ സ്വാധീനം കാരണം പല ആഗോള ശക്തികളും അബുദാബിയുടെ ഈ ഇടപെടലുകളെ ചോദ്യം ചെയ്യുവാൻ ഭയപ്പെടുകയാണ്. ആഫ്രിക്കൻ ജനതയുടെ ജീവൻ പണയപ്പെടുത്തി പണമുണ്ടാക്കാനുള്ള ചില രാജ്യങ്ങളുടെ ശ്രമത്തെ അന്താരാഷ്ട്ര സമൂഹം അപലപിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സുഡാൻ സൈന്യത്തിനും RSFിനും ആയുധങ്ങളും വിദേശ പോരാളികളെയും എത്തിക്കുന്ന കമ്പനികൾക്കെതിരെ ഉപരോധം കർശനമാക്കിയിട്ടുണ്ട്. എങ്കിലും അത് എത്രത്തോളം ഫലപ്രദമാകുമെന്ന് കണ്ടറിയണം. റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ 2000ൻ്റെ തുടക്കത്തിൽ ദാർഫർ കലാപം അടിച്ചമർത്താൻ മുൻ പ്രസിഡന്റ് ഒമർ അൽ ബഷീർ രൂപീകരിച്ച ജൻജാവിദ് എന്ന അറബ് മിലിഷ്യ ഗ്രൂപ്പിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം. സാധാരണ ജനങ്ങൾക്കെതിരെ ക്രൂരമായ അതിക്രമങ്ങൾ നടത്തി കുപ്രസിദ്ധി നേടിയ ഈ ഗ്രൂപ്പിൻ്റെ കമാൻഡർമാരിൽ ഒരാളായിരുന്നു മുഹമ്മദ് ഹംദാൻ ദഗാലോ അഥവാ ഹെമേദി. 2013 ബഷീർ ഈ ഗ്രൂപ്പിനെ ഔദ്യോഗികമായി റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് എന്ന് പുനഃസംഘടിപ്പിക്കുകയും അവർക്ക് സാമ്പത്തികമായ സ്വയംഭരണവും ദാർഫറിലെ സ്വർണ്ണ ഖനികളുടെ നിയന്ത്രണവും നൽകുകയും ചെയ്തു. ഒരു സാധാരണ മിലിഷ്യയിൽ നിന്ന് സുഡാനിലെ ഏറ്റവും ശക്തമായ സൈനിക ശക്തിയായി മാറിയ RSF ഒടുവിൽ 2023 ഔദ്യോഗിക സൈന്യത്തിന് നേരെ തന്നെ തിരിയുകയായിരുന്നു. ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സാധാരണ ജനങ്ങളെ കൊന്നൊടുക്കുന്ന ഒരു സായുധ ഗ്രൂപ്പായി RSF മാറിയിരിക്കുമ്പോൾ
അൽ ഉബൈദിലെ ജനങ്ങളുടെ ഭാവി ആഗോള സമൂഹത്തിൻ്റെ ഉണർന്നുള്ള ഇടപെടലുകളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ലോകത്തിൻ്റെ ഏതൊരു ഭാഗത്തായാലും മനുഷ്യർ അനുഭവിക്കുന്ന ദുരിതങ്ങളും അതിക്രമങ്ങളും ഒരേ അളവുകോലിൽ അളക്കപ്പെടേണ്ടതാണ്. എന്നാൽ ആഗോള രാഷ്ട്രീയത്തിലും അന്താരാഷ്ട്ര മാധ്യമ രംഗത്തും പലപ്പോഴും ചില സംഘർഷങ്ങൾക്ക് ലഭിക്കുന്ന വലിയ തോതിലുള്ള ശ്രദ്ധയും ക്യാമ്പയിനുകളും മറ്റ് ചില ഗുരുതരമായ മാനുഷിക പ്രതിസന്ധികൾക്ക് ലഭിക്കാറില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഗാസയിലെ സംഘർഷങ്ങൾക്കെതിരെ ലോകമെമ്പാടും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും സേവ് ഗാസ പോലുള്ള മുറവിളികളും ഉയരുമ്പോൾ അതിനേക്കാൾ വലിയ ജനസംഖ്യയെ ബാധിച്ച സുഡാനിലെ ആഭ്യന്തര യുദ്ധവും അവിടുത്തെ സായുധ ഗ്രൂപ്പുകളുടെ ക്രൂരതകളും പലപ്പോഴും അവഗണിക്കപ്പെടുകയോ വിസ്മരിക്കപ്പെടുകയോ ചെയ്യുന്നു. ഈ ഇരട്ടത്താപ്പിന് പിന്നിൽ കേവലം മതപരമോ വംശീയമോ ആയ കാരണങ്ങൾ മാത്രമല്ല, മറിച്ച് സങ്കീർണമായ ആഗോള ഭൗമരാഷ്ട്രീയ താൽപ്പര്യങ്ങളും മാധ്യമങ്ങളുടെ മുൻഗണനകളും വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഗാസയിലെയും പശ്ചിമേഷ്യയിലെയും സംഘർഷങ്ങൾ പതിറ്റാണ്ടുകളായി ലോകശക്തികളുടെ നേരിട്ടുള്ള രാഷ്ട്രീയ, സാമ്പത്തിക, സൈനിക താൽപ്പര്യങ്ങളുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒന്നാണ്. അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങൾ, ശക്തരായ അറബ് രാജ്യങ്ങൾ എന്നിവർക്കെല്ലാം ഈ മേഖലയിൽ വലിയ സ്വാധീനവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഗാസയിലെ ഓരോ ചലനവും ഈ വൻ ശക്തികളുടെ നയതന്ത്ര നിലപാടുകളെ നേരിട്ട് ബാധിക്കും എന്നതിനാൽ അത് ലോക ശ്രദ്ധയുടെ കേന്ദ്രബിന്ദുവായി മാറുന്നു. നേരെ മറിച്ച് ആഫ്രിക്കൻ രാജ്യമായ സുഡാനിൽ നടക്കുന്ന ആഭ്യന്തര യുദ്ധത്തിൽ വികസിത പാശ്ചാത്യ രാജ്യങ്ങൾക്ക് അത്തരം നേരിട്ടുള്ള രാഷ്ട്രീയ സുരക്ഷാ താൽപ്പര്യങ്ങൾ താരതമ്യേന കുറവാണ്. ആഫ്രിക്കൻ ജനതയുടെ ദുരിതങ്ങൾ ലോകശക്തികളുടെ സാമ്പത്തിക ലാഭനഷ്ടങ്ങളെ ബാധിക്കാത്തടത്തോളം കാലം അന്താരാഷ്ട്ര സമൂഹം ഇത്തരം വിഷയങ്ങളിൽ വലിയ നിസ്സംഗത പുലർത്തും. മാധ്യമങ്ങളുടെ വിന്യാസവും വാർത്തകൾ പുറം ലോകത്തെത്തിക്കാനുള്ള സംവിധാനങ്ങളിലെ വ്യത്യാസവുമാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാന കാരണം. ഗാസയിൽ നടക്കുന്ന ആക്രമണങ്ങൾ തത്സമയം റിപ്പോർട്ട് ചെയ്യാൻ ആഗോള വാർത്താ ഏജൻസികൾക്കും സാമൂഹ്യ മാധ്യമങ്ങൾക്കും വിപുലമായ ശൃംഖലയുണ്ട്. എന്നാൽ സുഡാനിലെ കരിപ്പൂർ പോലെയുള്ള ഉൾപ്രദേശങ്ങളിലോ അൽ ഉബൈദ്, ദാർഫർ നഗരങ്ങളിലോ മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനം പോലും നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ആഭ്യന്തര യുദ്ധത്തിൻ്റെ ഭാഗമായി ഇൻ്റർനെറ്റ് പൂർണ്ണമായി വിച്ഛേദിക്കപ്പെടുന്നതും വാർത്താവിനിമയ സംവിധാനങ്ങൾ തകർക്കപ്പെടുന്നതും കാരണം അവിടെ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് പോലെയുള്ള സായുധ ഗ്രൂപ്പുകൾ നടത്തുന്ന വംശഹത്യയുടെയും ക്രൂരതകളുടെയും കൃത്യമായ വിവരങ്ങളോ ദൃശ്യങ്ങളോ ആഗോള സമൂഹത്തിന് മുന്നിലേക്ക് എത്തുന്നില്ല. ദൃശ്യങ്ങളുടെ അഭാവം പലപ്പോഴും ജനങ്ങളിൽ വൈകാരികമായ പ്രതികരണങ്ങൾ സൃഷ്ടിക്കുന്നതിൽ പരാജയപ്പെടുന്നു. സംഘർഷങ്ങളുടെ സ്വഭാവവും ഈ അവഗണനയ്ക്ക് ആക്കം കൂട്ടുന്നുണ്ട്. ഗാസയിലേത് രണ്ട് വ്യത്യസ്ത പക്ഷങ്ങൾ തമ്മിലുള്ളതും വ്യക്തമായ രാഷ്ട്രീയ അതിർവരമ്പുകളുമുള്ളതുമായ ഒരു പ്രതിസന്ധിയാണ്. എന്നാൽ സുഡാനിലേത് ഒരേ രാജ്യത്തെ ഔദ്യോഗിക സൈന്യവും ഇസ്ലാമിക തീവ്രവാദ പശ്ചാത്തലമുള്ള ജഞ്ചാവിദ് മിലീഷ്യയിൽ നിന്ന് രൂപം കൊണ്ട പാരാമിലിറ്ററി വിഭാഗം തമ്മിലുള്ള ആഭ്യന്തര കലാപമാണ്. ഒരേ രാജ്യത്തെ ജനങ്ങൾ പരസ്പരം കൊന്നൊടുക്കുന്ന ഇത്തരം ആഭ്യന്തര യുദ്ധങ്ങളിൽ ആഗോള പ്രതിഷേധക്കാർക്ക് ഒരു പ്രത്യേക വില്ലനെ എളുപ്പത്തിൽ പ്രതിഷ്ഠിക്കാൻ സാധിക്കാറില്ല. കൂടാതെ സുഡാനിലെ ഭീകര ഗ്രൂപ്പുകൾക്ക് ആയുധവും സാമ്പത്തിക സഹായവും നൽകി ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോകുന്നതിൽ ചില സമ്പന്ന ഗൾഫ് രാജ്യങ്ങൾക്ക് പങ്കുണ്ടെന്ന ആരോപണവും ശക്തമാണ്. ഈ രാജ്യങ്ങളുടെ വലിയ സാമ്പത്തിക നയതന്ത്ര സ്വാധീനത്തിന് മുന്നിൽ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളും പല ഗവൺമെൻറ്റുകളും മൗനം പാലിക്കാൻ നിർബന്ധിതരാകുന്നു. ചുരുക്കത്തിൽ ഇരകളുടെ ദുരിതത്തിൻ്റെ വലിപ്പമോ അവർ നേരിടുന്ന ക്രൂരതയുടെ ആഴമോ നോക്കിയല്ല ആഗോള സമൂഹം പലപ്പോഴും തങ്ങളുടെ പ്രതിഷേധങ്ങൾ രൂപപ്പെടുത്തുന്നത്. മറിച്ച് ആ വിഷയത്തിന് പിന്നിലുള്ള രാഷ്ട്രീയ ലാഭങ്ങളും മാധ്യമങ്ങൾ നൽകുന്ന പ്രാധാന്യവും മാത്രമാണ് ആഗോളതലത്തിലുള്ള ക്യാമ്പയിനുകളെ നിർണ്ണയിക്കുന്നത്. സുഡാനിലെ ഇസ്ലാമിക തീവ്രവാദികളുടെയും സായുധ ഗ്രൂപ്പുകളുടെയും ക്രൂരതകൾ അവസാനിക്കപ്പെടുന്നത് ആഗോള നയതന്ത്ര രംഗത്തെ ഈ താൽപ്പര്യ സംരക്ഷണത്തിൻ്റെ നേർചിത്രമാണ്. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തൂ. വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.